ഇന്ന് നമുക്കൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. നമ്മുടെ നാടൊക്കെ വിട്ട് വിദേശ റെസിപ്പിയിൽ പോയി ഒരു കൈകടത്തലാവാം അല്ലേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു ഡിഷ് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ആളൊരു വിദേശി പരിഷ്കാരി ആയതുകൊണ്ട് തന്നെ തൽക്കാലം കട്ടൻ ചായയുടെ ഒക്കെ ബൈ പറഞ്ഞ് നല്ല ചൂട് കോഫി ആകാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കനത്തിൽ അരിയുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അത്യാവശ്യം നമ്മൾ കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മൊരിഞ്ഞെടുത്ത് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ 4, 5, 6 തവണയെങ്കിലും കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കാൻ മടിയുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് കുറച്ച് സമയം കുതിർത്തിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അടുത്ത ചേരുവ എന്ന് പറയുന്നത് സവാളയാണ്. സവാള ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഒരു സവാള തന്നെ അത്യാവശ്യം നല്ല കനം കുറഞ്ഞ് അരിയുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇനി മൂന്നാമത്തെ ആൾ തക്കാളിയാണ്. ഇതെൻ്റെ സ്വന്തം വേർഷനാണ്. നമ്മൾ സാധാരണ ഇതിനകത്ത് തക്കാളി ചേർക്കാറില്ല. പക്ഷേ തക്കാളി ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിനൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം മാത്രം മതി, ഒന്ന് കനം കുറഞ്ഞരിഞ്ഞാൽ നല്ലത്. അടുത്ത് നമുക്കൊരു പാൻ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് സാധാരണ മുക്കി പൊരിക്കുന്ന അത്രയും 2 കപ്പോളം എണ്ണ ഒഴിച്ച് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എണ്ണ ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഓരോരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നമുക്കൊരു പാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് നല്ല ഹെവി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഇടുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ 2 രീതിയിൽ ഇത് ചെയ്തെടുക്കാറുണ്ട്. ഒന്നുകിൽ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി ആ കുറച്ചൊരു സോഫ്റ്റ് ആകുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പി ചെയ്തപ്പോഴൊക്കെ നല്ല രുചി തോന്നിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ്. നമ്മളിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന അത്യാവശ്യം നല്ല മൊരിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഒരു കളറ് മാറി വരണം. 2 സൈഡും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് മൊരിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മൊരിഞ്ഞ് വന്നത് അപ്പം ഒന്നുകിൽ ടിഷ്യൂ പേപ്പറിനകത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോട്ടേക്കൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. അതിനുശേഷം അതേ എണ്ണയിലോട്ടേക്ക് തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയാണെങ്കിലും സോഫ്റ്റ് ആകുന്ന പാകത്തിലാണ് സാധാരണ ചെയ്തെടുക്കുന്നത്. അതായത് ഒന്ന് കുഴഞ്ഞു വരുന്ന ഒരു പാകമുണ്ടല്ലോ, ആ പാകത്തിനാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുറച്ച് മൊരിഞ്ഞിട്ടൊക്കെ കഴിക്കുമ്പോഴല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ഒന്ന് മൊരിയിച്ചെടുക്കാൻ പോവുകയാണ്. എന്ന് വെച്ച് ബ്രൗൺ കളറാകുന്നവരെയൊന്നും നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു കളർ വരെ ചെയ്തെടുത്താൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇനി ചെയ്യേണ്ടത് എണ്ണയൊന്നും ചേർക്കണ്ട. ഇതേ പാനിനകത്തോട്ടേക്ക് തന്നെ കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാരയിലോട്ടേക്ക് വേണം നമ്മൾ ഈ തക്കാളി ചേർത്ത് കൊടുക്കാൻ. തക്കാളി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. സാധാരണ നമ്മുടെ ഈ ഒരു ഡിഷിൽ തക്കാളി ചേർത്തിട്ട് ചെയ്യാറില്ല. അതുപോലെ പഞ്ചസാരയുടെ ഒരു മിക്സിംഗ് ഒന്നും വരുന്നില്ല. ഇത് ചുമ്മാ ഒരു ഫ്യൂഷന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയപ്പം ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് തോന്നി. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. നമുക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുന്ന, പിസയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവർ കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ പഞ്ചസാര മാത്രം ചേർത്തിട്ട് ഇതുപോലെ 2 സൈഡും തിരിച്ചിട്ടിട്ട് വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം, തക്കാളി വേവേണ്ട സമയം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ മൊരിഞ്ഞിട്ട് ചെറുതായിട്ടൊരു കളർ മാറി വരും. ചെറുതായിട്ട് കണ്ടില്ലേ, ഒരു ബ്രൗൺ ബ്ലാക്ക് കളർ, അത്ര മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക, സവാളയും തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ. എന്നിട്ട് 1 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ചേരുവ, പ്രധാന ചേരുവ മുട്ട തന്നെ. അപ്പോൾ എത്ര മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് 4, 5 മുട്ടയൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കണക്കിന് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 3 മുട്ട ധാരാളമാണ്. ഞാനിപ്പോൾ 3 മുട്ട മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് സാധാരണ മുട്ടയിലോട്ടേക്ക് കുരുമുളക് പൊടിയും ഉപ്പിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ചേർത്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഈ തക്കാളിയുടെ ആ ഒരു ചെറിയൊരു ക്യാരമലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പഞ്ചസാര കരിഞ്ഞതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിനകത്തോട്ടേക്ക് ഒന്ന് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതാണ് ഞാനിപ്പോൾ തക്കാളി ഇതൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. ശരിക്കും പഞ്ചസാര ചെറുതായിട്ടൊരു ക്യാരമൽ വന്ന് തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് കൂടി ഇതിനകത്തോട്ട് മിക്സ് ആകുമ്പോഴും സവാള നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോഴുള്ള ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാം.
ഒരു പാത്രം വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് വെജിറ്റബിൾ ഓയിൽ. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിലോട്ടേക്ക് പോയി ഒട്ടും തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെജിറ്റബിൾ ഓയിൽ, ഒലീവ് ഓയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിം മതി നമുക്ക്, കൂടുതൽ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. എന്നിട്ട് തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സൈഡിലും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അടച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് വരാൻ തുടങ്ങും. മുട്ടയല്ലേ, എത്ര സമയം വേണമെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വളരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് തവി വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് പൊക്കിയിട്ട് നോക്കുക. അത് താഴെ ഭാഗം നല്ലതുപോലെ പാകമായി എന്ന് കാണുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത്, ഈ ഒരു പാത്രത്തിൽ നിന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു പ്ലേറ്റ് കമിഴ്ത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു പ്ലേറ്റ് കമിഴ്ത്തി കൊടുത്തിട്ട് ഒന്നങ്ങ് ഇതുപോലെ കണ്ടില്ലേ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് മുട്ട ഒട്ടും തന്നെ വേവാതെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സൈഡ് വേണം ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേ പാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ വെച്ചതിന് ശേഷം പതുക്കെ കണ്ടില്ലേ മുട്ടയൊക്കെ ആ ഒരു മിക്സൊക്കെ ഇതിനകത്ത് ബാക്കിയുണ്ടത്ര ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തവി ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ നല്ല രീതിയിൽ സാധാരണ സ്പാനിഷ് ഓംലെറ്റ് സെർവ് ചെയ്യുന്ന അതേ സ്റ്റൈലിൽ നമുക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് വേണം, ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അത്യാവശ്യം സമയം എടുത്ത് കുക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ഉൾഭാഗം വേവാതെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതിപ്പോൾ ഞാൻ നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ പാത്രത്തിനകത്തോട്ടേക്ക് കമിഴ്ത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറഞ്ഞ ഒരു 10 മിനിറ്റെങ്കിലും എടുത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഓംലെറ്റ്, സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ കഴിക്കാനാണെങ്കിൽ ഇത് തന്നെ നല്ല ഹെവിയാണ്. നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ശരിക്കും മതിയാകും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പല വേരിയേഷൻസ് ആയിട്ട് ഇതിനകത്ത് ചീസൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ സ്പൈസസ് സാധാരണ കുറവാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ചീസൊക്കെ വേണമെങ്കിൽ ചീസ് ഫില്ലിംഗ് ഒക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ചീസൊന്നും ഉപയോഗിക്കാത്തത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തക്കാളി ഇതുപോലെ കാരമൽ ചെയ്ത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇഷ്ടം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് നല്ലൊരു ചൂട് കോഫി തന്നെയാണ്. നമ്മളൊരു വെസ്റ്റേൺ ആയിട്ടുള്ള ഡിഷൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല കോഫിയൊക്കെ കുടിക്കുമ്പോഴാണല്ലോ അതിന് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോഫി വെച്ച് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്പൈസസും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒറിഗാനോ, അത് ഞാൻ പറയാൻ വിട്ടു പോയിട്ടുള്ളതാണ് കേട്ടോ. ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കോ മിക്സ്ഡ് ഹെർബ്സ് ആയിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.